സംഭാവന വാങ്ങിയാൽ പിന്നെ ഈ നടപടി സ്വീകരിക്കാൻ കഴിയോ? എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് GST കോമ്പൻസേഷൻ. കാരണം അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ്. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വരെ സംഭവിച്ചേക്കാവുന്ന നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട് എന്നതാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ഫിനാൻസ് കമ്മീഷന്റെ 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 18,000 കോടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്ത വർഷം അത് 24,000 കോടിയാണ്. ഏത് 10ാമത്തെ ഫിനാൻസ് കമ്മീഷനുമായി നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ അതിൽ കേരളത്തെ പീനലൈസ് ചെയ്യാണ്. 1 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് നികുതിയായി പോകുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് 25 പൈസയാണ്. അതേസമയം ഉത്തർപ്രദേശിന് കിട്ടുന്നത് നോക്കൂ, 2 രൂപ 73 പൈസയാണ്. ബീഹാറിന് കിട്ടുന്നത് 1 രൂപ ബീഹാറിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ 7 രൂപ 6 പൈസയാണ്. മധ്യപ്രദേശിന് കിട്ടുന്നത് 1 രൂപയ്ക്ക് 2 രൂപ 42 പൈസയാണ്. കേരളത്തിന് കിട്ടുന്നത് 1 രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേവലം 25 പൈസയാണ്. ഈ അനീതിക്കെതിരെ ശബ്ദിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഭരണപക്ഷം പറയുന്നത്. സുജയ് പത്മകുമാർ. അല്ല, ഞാൻ വിചാരിച്ചത് ഈ കേരളത്തിലെ നമ്മുടെ ധനകാര്യമന്ത്രി മാത്രമേ കള്ളം പറയുള്ളൂ എന്നാണ്. ഇപ്പോൾ അരുണും ഇത് മനസ്സിലാക്കാതെയാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. 1 രൂപ പോകുമ്പോൾ ഉള്ള കണക്ക് 1-2 സംസ്ഥാനങ്ങളുടെ മാത്രം പറയും, ഞാൻ മൊത്തം പട്ടികയും പറയുന്നില്ല. കേരളത്തിന് 57 പൈസ കിട്ടുന്നുണ്ട്. ഗുജറാത്തിന് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയോ? 28 പൈസ. നിങ്ങൾക്ക് ഹരിയാനയ്ക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? 18 പൈസ. മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നത് 8 പൈസ. അപ്പൊ ഈ രീതിയിലാണ് ടാക്സ് ഓരോ വ്യക്തികൾക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മൊത്തം വെച്ച് കണക്കാക്കിയിട്ട് അത് കണക്കാക്കേണ്ട രീതി അങ്ങനെയല്ല. എങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഈ CPMന്റെ നെറേറ്റീവിലേക്ക് പോവുകയാണ്. യഥാർത്ഥ വസ്തുക്കൾ മറന്നുപോവുകയാണ്. നമ്മുടെ നവകേരള സദസ്സ് മുതൽ ഇന്ന് ഈ അടുത്ത കാലം വരെ ഇന്ന് നിയമസഭയ്ക്കകത്തും ഇപ്പൊ ചർച്ചയിലും ചിത്രരഞ്ജൻ ഉൾപ്പെടെ പറഞ്ഞത് 57,000 കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 12/7/23 ധനകാര്യമന്ത്രിയാ നമ്മുടെ ഈ സംസ്ഥാന ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ എത്രയാണുള്ളത്? ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്ര 1000 കോടിയുടെ കുറവാണ്. ആളുകളെ പറഞ്ഞു പറ്റിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അതാ ചോദിക്കട്ടെ. കത്ത് ഉണ്ടല്ലോ, കത്ത് അയച്ചിട്ടുണ്ടല്ലോ. 57,000 കോടി എന്ന് പറഞ്ഞിട്ട് 31,000 കോടിയിലേക്ക് വരുമ്പോ ഈ ബാക്കിയുള്ള രൂപയൊക്കെ അങ്ങോട്ട് പോയി. ഈ ഒരു മാസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ജനങ്ങളെ അല്ലല്ല, എനിക്ക് പറയാനുള്ള ഈ 3 പേര് പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനുള്ള അവസരം നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ലഭിക്കാനുള്ള തുകയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലേക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ചില ഇനങ്ങൾ നമ്മൾ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ വിദ്യാർത്ഥി പറയുന്ന മറുപടി പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ വിദ്യാർത്ഥി എല്ലാ ചോദ്യത്തിനും കാണിച്ചിരുന്നു. അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റിനോട് ഡിമാൻഡ് വെക്കുമ്പോൾ ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായി കേരളത്തിന് കിട്ടാനുള്ള 57,000 കോടിയല്ല 31,000 കോടിയാണെന്ന് കേരളത്തിന്റെ ധനമന്ത്രി തന്നെ കേന്ദ്രത്തോട് സമ്മതിച്ചു. അതൊക്കെ സമ്മതിക്കുന്നു. കടമെടുപ്പിന്റെ പരിധിയുമായി അതിലുള്ള കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. കടമെടുപ്പിന്റെ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്കാര്യത്തിൽ ഇനി നമ്മൾ 57,000 കോടി എന്നുള്ളത് വിട്ടു. ഇനി നമുക്ക് 31,000 കോടിയിലേക്ക് വരാം. ഇനി നിയമപരമായി നിൽക്കുക. ചുരുങ്ങിയ പക്ഷം കേന്ദ്രത്തോട് എഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് 31,000 കോടിയാണ്. അപ്പൊ 31,000 കോടി എന്ന് സർക്കാരും തിരുത്തണം. നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് 31,000 കോടിയായിരിക്കും. ശ്രീ പി ചിത്രരഞ്ജൻ, അതിലേക്ക് വരാം. അല്ല, അതിൽ ആ കണക്കിലുണ്ട് പ്രശ്നം. ആ പ്രശ്നമുണ്ട്. അല്ല, അതിലുണ്ട് പ്രശ്നം. CAG റിപ്പോർട്ടില് 28,000 കോടിയുടെ കാര്യം പറഞ്ഞു. അതിൽ 17ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാ വീഴ്ച വരുത്തിയിട്ടുള്ളത്. 17ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാ, പോലീസ് ഉൾപ്പെടെ, രജിസ്ട്രേഷൻ ഉൾപ്പെടെ, KSEB ഉൾപ്പെടെ, സ്റ്റേറ്റ് GST ഉൾപ്പെടെയുള്ള 17 എന്ത് നടപടികളാണ് അതിനുവേണ്ടി സ്വീകരിക്കുന്നത് എന്ന് ധനകാര്യമന്ത്രി ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുകയല്ലേ, അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. 2, ഈ നമ്മുടെ മേരി ജോർജ് ടീച്ചർ അത് പറഞ്ഞു. വേറൊരു കാര്യം, 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് നമുക്ക് 3.88 വിഹിതം ടാക്സിന്റെ വിഹിതം കിട്ടിയിട്ടുള്ളത്. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ടാക്സ് വിഹിതം കൊടുക്കുന്നത് മൊത്തത്തിന്റെ 29% എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ NDA ഗവൺമെന്റ് വന്ന സമയത്ത് 14ാം ധനകാര്യ
ഈ 32 നേരെ 42 ഒരു പോക്ക് പോയത്, പിന്നെയാണ് കുറച്ചത് 42 ഒന്ന് പോയത്. അതുവരെ നമുക്ക് ടാക്സ് വിഹിതം ഇങ്ങനെ കുറഞ്ഞു വരിക, ഈ പെർസെന്റേജ് വിഹിതം അല്ലെ പറഞ്ഞ പെർസെന്റേജ് കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോ 1.97% 0.57 ആണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലർക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1% കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും റവന്യൂ ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തിൽ 17% പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ടല്ലോ സാർ. അതിലൊന്ന് നിതീഷ് കുമാർ ഇപ്പോൾ ഭരിക്കുന്ന ബീഹാറും മറ്റൊന്ന് ഉത്തർപ്രദേശുമാണ്. 17%. കേരളത്തിന് 1.93% ഉള്ളപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ 15ാം ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഉത്തർപ്രദേശിന് കിട്ടുന്നത് 17%. അല്ല അത് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ. അതെങ്ങനെയാ വെച്ചാൽ എല്ലാവരും ഇവിടെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഉണ്ടല്ലോ. ധനകാര്യ കമ്മീഷൻ വന്നിട്ട് അവർ ഏകപക്ഷീയമായിട്ടല്ല ചെയ്യുന്നത്. അവർ ഭരണഘടനാ സ്ഥാപനമാണ്. അവർ ഓരോ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ പോകും. ഉദ്യോഗസ്ഥന്മാരെ കാണും, മന്ത്രിമാരെ കാണും, ജനപ്രതിനിധികളെ കാണും, രാഷ്ട്രീയ പാർട്ടികളെ കാണും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം അവര് ഓരോ ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷൻ കണ്ട ഒരാളെ കുറിച്ച് സുബ്രഹ്മണ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 42% ആക്കാമായിരുന്ന വിഹിതം 33% നിർത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് അന്ന് അതിന് ഇടനിലക്കാരൻ കൂടിയായ ലൈസൺ ഓഫീസർ കൂടിയായിരുന്ന BVR സുബ്രഹ്മണ്യം പറഞ്ഞത്. അപ്പൊ ഫിനാൻസ് കമ്മീഷനെ വേണമെങ്കിൽ സ്വാധീനിക്കാം. അത് ഒരു ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ടോട്ടൽ പെർസെന്റേജ് ആണ്, ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ അല്ല. അദ്ദേഹം പറഞ്ഞ ഗവൺമെന്റിനോട് ചോദിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിക്കും. അപ്പൊ ഗവൺമെന്റിന്റെ അഭിപ്രായം പറയും. അത് ഇത്ര ടാക്സ് കൊടുക്കുക, ഇത്ര വീതിച്ചു കൊടുക്കുന്നത് ശരിയാകില്ല, സെന്ററിന് ഒരു വലിയ പ്രഷർ ഉണ്ടാവുമെന്ന് പറയാനുള്ള അഭിപ്രായം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ എല്ലാം സ്റ്റേറ്റിന്റെയും അഭിപ്രായം കണക്കാക്കിയാണ് അവസാനം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്, ഒരു തീരുമാനത്തിലെത്തുന്നത്. ആ തീരുമാനത്തിൽ കേരളത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കുറവ് കൊടുക്കണമെന്നാണ് നിങ്ങൾ കേന്ദ്ര മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പറഞ്ഞതെന്ന് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ ശരിയുണ്ട്. അങ്ങനെയല്ല, പൊതുവായ ഒരു ഗൈഡ് ലൈനാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈനാണ് പറഞ്ഞത് കുറഞ്ഞാൽ കൊള്ളാം. എന്നാൽ 42% വന്നു എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷനാണ്. ഞാനത് അവിടെ മാത്രം നിൽക്കട്ടെ. ഇനിയൊപ്പം ഈ നമുക്കറിയാമല്ലോ റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്താണ് കിട്ടിയിട്ടുള്ള 53,000 കോടി. അത് ഫിനാൻസ് കമ്മീഷന്റെ ആ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുന്ന ആ ഇയർ മുതൽ അറിയാം എത്രയാണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നത്. ചില വർഷത്തിൽ കൂടുതൽ കിട്ടും, ചില വർഷത്തിൽ കുറവ് കിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയതിന് അനുസരിച്ച് എനിക്ക് ഈ വർഷം കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ബാലിശമാണ്. ഒരു സാമ്പത്തിക മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് ഭൂഷണമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അദ്ദേഹം ഈ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ചെലവ് കൂടുതൽ ചെലവാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്, വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. കേൾക്കാം, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞ 2022-23 ബഡ്ജറ്റ് അനുസരിച്ച് ബഡ്ജറ്റിന്റെ അലോക്കേഷൻ അനുസരിച്ച് 23-24 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് നോക്കണം. ഏകദേശം നമ്മുടെ അടിസ്ഥാന മേഖല എല്ലാം എക്സ്പെൻസ് കുറച്ചിട്ടാണല്ലോ, ചെലവ് കുറച്ചിട്ടാണല്ലോ. നീ എത്ര ചെലവാക്കി എന്നുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അലോക്കേഷൻ 2022-23 ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറൽ അർബൻ ഡെവലപ്മെന്റ്, പോലീസ്, റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഇതെല്ലാം നോക്കിയാൽ ഈ 2022-23 23-24 കുറവാണ് അലോക്കേഷൻ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചെലവ് കുറച്ചു വെച്ചിട്ട് ഞങ്ങൾ ആ ചെലവ് കൂടിയിരിക്കുന്നു, വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിന്റെ പിടിപ്പ് കേടെന്ന് പറഞ്ഞാൽ ഇവർ കാര്യമായി ഈ സാമ്പത്തിക മേഖല കൊണ്ടുപോകാൻ അറിയില്ല എന്നുള്ളതാണ്. വരുമാനം കുറവല്ല. 2021-22 ബഡ്ജറ്റ് നമ്മുടെ GST എത്ര കിട്ടി? 22-23 എത്ര കിട്ടി? ഇപ്പൊ 23-24 35,000 കോടി കിട്ടിയതാ അവർ തന്നെ പറയുന്നത്. 23-24 അപ്പൊ നേരത്തെ 30 കിട്ടി, അതിന് മുമ്പ് 24 കിട്ടി. അതേസമയം ഓരോ വർഷവും കൊടുക്കുന്ന പലിശകൾ നോക്കുക, 24,000 കോടി, 26,000 കോടി. ഇതാണ് ഓരോ വർഷവും കൊടുക്കുന്ന പലിശയുടെ കണക്ക്. ഞാൻ അതിലേക്ക് വരാം. കടമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളം വലിയ കടക്കണിയിലേക്ക് പോകുന്നു എന്നൊരു ഭാഗത്തൊരു പ്രചരണമുണ്ട്. അതിനേക്കാളും അപ്പുറം 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. അത് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം 3,600 കോടി രൂപ വേണം. ഏകദേശം ഓവർ ഡ്രാഫ്റ്റിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ്
എന്താണ് നിത്യനിദാന ചെലവിന് പോലും പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വരുമ്പോൾ 6 DA കുടിശ്ശികയുള്ള ഈ സംസ്ഥാന ജീവനക്കാർക്ക് അവരുടെ DA കുടിശ്ശിക എന്ന് നൽകുമെന്ന ചോദ്യമുണ്ട്. പെൻഷൻകാർക്ക് പെൻഷൻ എന്ന് നൽകുമെന്ന ചോദ്യമുണ്ട്. എന്തിനേറെ കാരുണ്യക്കടക്കം 189 കോടി രൂപ വിവിധ ആശുപത്രികൾക്ക് നൽകാൻ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നു. ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. ഓണക്കിറ്റ് വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. സിവിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ നൽകിയ കരാറുകാർക്ക് കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. റോഡും തോടും പാലങ്ങളും ഉണ്ടാക്കിയ നിർമ്മാണ കരാറുകാർക്കും കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. എങ്ങനെ വീട്ടിൽ തീർക്കും?